യുഎസിനെതിരെ പടയൊരുക്കം, ട്രംപിനെ മുട്ടുകുത്തിക്കും, പുതിയ വമ്പൻ പദ്ധതികളുമായി മോദി രംഗത്ത്. അമേരിക്കയിൽ നിന്ന് തീരുവ ഉയർത്തൽ എന്ന വെല്ലുവിളി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ നേരിടുകയാണിപ്പോൾ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ തകർന്നടിഞ്ഞ ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ഏഷ്യൻ രാജ്യമായ ജപ്പാനുമൊക്കെയാണ് ഇന്ന് ലോകത്തെ വലിയ സാമ്പത്തിക ശക്തികളായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. അതായത്, പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ആയാലും രാജ്യത്തിന്റെ ആയാലും യഥാർത്ഥ കഴിവുകൾ പുറത്തുവരികയാണ്. ജപ്പാൻ സന്ദർശനത്തിന്റെ രണ്ടാം ദിവസം രാജ്യത്തെ പ്രശസ്തമായ ബുള്ളറ്റ് ട്രെയിനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗെരു ഇഷിബയ്ക്കൊപ്പം യാത്ര ചെയ്യുകയാണ്. യാത്രയ്ക്ക് മുന്നോടിയായിട്ട് ജപ്പാനിൽ പരിശീലനം നേടിയ ഇന്ത്യൻ ലോക്കോ പൈലറ്റുമാരുമായി മോദി കൂടിക്കാഴ്ച നടത്തി. നമ്മുടെ രാജ്യത്തും ഇത്തരത്തിലൊരു റെയിൻ പദ്ധതി എല്ലാവരും കാത്തിരിക്കുകയാണ്. 2017 സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി മോദിയും അന്നത്തെ ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിൻസോ ആബെയും ഗുജറാത്തിലെ സബർമതിയിൽ തറക്കല്ലിട്ടപ്പോഴാണ് മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിലിന്റെ പദ്ധതിക്ക് ആരംഭം കുറിച്ചത്. ഇപ്പോഴിതാ ഷിങ്കൻസൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മുംബൈക്കും അഹമ്മദാബാദിനുമിടയിൽ ഇന്ത്യയിലെ ആദ്യത്തെ അതിവേഗ റെയിൽ ഇടനാഴി നിർമ്മിക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് ന്യൂഡൽഹിയും ടോക്കിയോയും. ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിൽ ഇതിനോടകം തന്നെ അതിവേഗ റെയിൽ സംവിധാനങ്ങൾ നിലവിലുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയും ആദ്യം പങ്കാളിയായി ഇപ്പോൾ പരിഗണിച്ചിരിക്കുകയാണ് ചൈന. ദക്ഷിണ കൊറിയ, തുർക്കി, സ്പെയിൻ, ജർമ്മനി, ഇറ്റലി, നെതർലാൻഡ്സ്, ബെൽജിയം എന്നിവയാണ് സമാനമായ സർവീസുകൾ നടത്തുന്ന മറ്റ് രാജ്യങ്ങൾ. ഒരു ബുള്ളറ്റ് ട്രെയിൻ മണിക്കൂറിൽ 250 കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനായി പ്രത്യേക ട്രാക്കുകളിലൂടെ വേണം ഓടേണ്ടത്. ജപ്പാനിലെ പ്രശസ്തമായ ചെറി ബ്ലോസം അഥവാ സെഗൂരയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് E10 സീരീസിന്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ട്രെയിനുകൾ ഭൂകമ്പ പ്രതിരോധ ശേഷിയുള്ളവയാണെന്നുള്ളതും ഇവയുടെ പ്രധാന സുരക്ഷാ സവിശേഷതയാണ്. ഭൂകമ്പ സമയങ്ങളിൽ ട്രെയിൻ പാളം തെറ്റുന്നത് തടയാൻ E10 L ആകൃതിയിലുള്ള ഗൈഡുകളാണ് അവയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കുലുക്കം കുറയ്ക്കുകയും കേടുപാടുകൾ പരിമിതപ്പെടുത്തുകയും പാളം തെറ്റിയാൽ സുരക്ഷ ഉറപ്പാക്കുന്ന ലാറ്ററൽ ഡാംപറുകളും ഇതിലുണ്ട്. പഴയ E5 സീരീസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയ്ക്കായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ട്രെയിനുകളിൽ കൂടുതൽ ലഗേജ് സ്പേസ്, വീൽചെയർ ഉപയോഗിക്കുന്നവർക്ക് പ്രത്യേക വിൻഡോ സീറ്റുകൾ, കൂടുതൽ യാത്രക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് മാറ്റാൻ കഴിയുന്ന പുതിയ ലേ ഔട്ടുകൾ തുടങ്ങിയവ ഉണ്ടായിരിക്കും. ഈസ്റ്റ് ജപ്പാൻ റെയിൽവേ കമ്പനി വികസിപ്പിച്ചെടുത്ത E10-ന് E5-ന് സമാനമായി മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയും. എന്നിരുന്നാലും E10-ന്റെ വേഗത പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാന മാറ്റം ബ്രേക്കിംഗ് സംവിധാനമാണ്. അതായത് E10-ന് പരമാവധി വേഗതയിൽ നിന്ന് 3.4 കിലോമീറ്ററിനുള്ളിൽ മാത്രമേ നിർത്താൻ കഴിയൂ. അതേസമയം E5-ന് 4 കിലോമീറ്റർ ആവശ്യമാണെന്ന് പറയപ്പെടുന്നു. ഭൂകമ്പ സാധ്യതയുള്ള തിരക്കേറിയ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന ട്രെയിൻ റൂട്ടുകളുള്ള ഇന്ത്യക്ക് ഇതേറെ പ്രധാനവുമാണ്. കൂടുതൽ കാര്യക്ഷമവും പൂർണ്ണവും ഓട്ടോമാറ്റഡായി നവീകരിച്ച എഞ്ചിനുകളുമായാണ് E10 വരുന്നത്. E10 ജപ്പാനിലെ E5, E2 മോഡലുകളെ മാറ്റി സ്ഥാപിക്കും. 2030ഓടെയായിരിക്കും സർവീസ് ആരംഭിക്കുക എന്നതാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. അതുവരെ ഒരു E5, ഒരു E3 സെറ്റുകളാണ് ജപ്പാൻ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിനുകളിൽ E5-നേക്കാൾ വലിയ സീറ്റുകൾ, ലെതർ റിക്ലൈനറുകൾ, ഫോൾഡ് ഔട്ട് ഡെസ്കുകൾ, ഓൺബോർഡ് വൈഫൈ എന്നിവയുള്ള പ്രീമിയം ബിസിനസ് ക്ലാസ് എന്നിവ ഉണ്ടായിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പച്ച നിറത്തിലുള്ള ഷെയ്ഡുകളിലായിരിക്കും ട്രെയിനുകളെ പെയിന്റ് ചെയ്യുന്നത്. ഇരു രാജ്യങ്ങളും അടുത്ത തലമുറയിൽ E10 ഷിങ്കൻസൻ ബുള്ളറ്റ് ട്രെയിനുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിച്ചേക്കാം എന്നതാണ് സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ബുള്ളറ്റ് ട്രെയിൻ കോച്ചുകളുടെ ഉൽപ്പാദനം കാണാൻ പ്രധാനമന്ത്രി മോദിയും ഇഷിബയും സെൻഡായിലെ തൊഹാക്കു ഷിങ്കൻസൻ പ്ലാന്റ് സന്ദർശിക്കുമെന്നും വിവരങ്ങളുണ്ട്.